ഇനി അടുത്ത ടോപ്പിക്കാണ്, തേർഡ് മൊഡ്യൂൾ തന്നെയുള്ള ടോപ്പിക്കാണ് കോപ്പി റൈറ്റിംഗ് ഫോർ ബ്രോഡ്കാസ്റ്റ് കൊമേഴ്ഷ്യൽസ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റിംഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ കോപ്പി റൈറ്റിംഗ് സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ച് പ്രിൻ്റഡ് മെറ്റീരിയൽസിന് തയ്യാറാക്കുന്ന കണ്ടൻറ്റുകളാണ് അവിടെ കൂടുതലായി ഡിസ്കസ് ചെയ്തത്. അതേസമയം ഇവിടെ ഒന്നും കൂടെ TV ആൻഡ് റേഡിയോയിൽ കോപ്പി റൈറ്റിംഗ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോപ്പി റൈറ്റിംഗ് ഫോർ ബ്രോഡ്കാസ്റ്റ് കൊമേഴ്ഷ്യൽസ്, ടെലിവിഷനിലേക്കും റേഡിയോയിലേക്കും പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റുകൾ, വാക്യങ്ങൾ എങ്ങനെ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ആഡ് കോപ്പി ഫോർ ബ്രോഡ്കാസ്റ്റ് മീഡിയ, റേഡിയോ ആൻഡ് ടെലിവിഷൻ വിൽ ഹാവ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം ദ പ്രിൻ്റ് വേർഷൻസ്. പ്രിൻ്റ് വേർഷൻസ് നിന്ന് TV റേഡിയോയിൽ കൊടുക്കുന്ന ആഡ് കോപ്പിക്ക് വ്യത്യാസമുണ്ട്. റേഡിയോ കൊമേഴ്ഷ്യൽ മെസ്സേജസ് യൂഷ്വലി കണ്ടെയ്ൻസ് വേർഡ്സ്, മ്യൂസിക് ആൻഡ് സൗണ്ട് ഇഫക്ട്സ്. റേഡിയോയിൽ സാധാരണ ഉണ്ടാവുക വേർഡ്സും മ്യൂസിക്കും പിന്നെ സൗണ്ട് ഇഫക്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റേഡിയോ അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് പെയിൻറ്റ് പിക്ചേഴ്സ് ഓർ ഇമേജസ് among the listeners with words, music and sound effects in 20 to 30 seconds. ഈ റേഡിയോ പിന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത 20-30 സെക്കൻഡുകളിലെ ശബ്ദങ്ങൾ, അത് മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും അതുപോലെ തന്നെ ഇത്തരം ശബ്ദങ്ങൾ എന്ത് ചെയ്യണം, കേൾവിക്കാരൻ്റെ ഉള്ളിൽ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. നമ്മൾ മുമ്പ് റേഡിയോ ഡ്രാമയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ശബ്ദങ്ങൾ കൊണ്ട് ഒരു കേൾവിക്കാരൻ്റെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട ഇമേജുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ശരിക്കും റേഡിയോ അഡ്വർടൈസ്മെൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. റേഡിയോ കൊമേഴ്ഷ്യൽ ക്യാൻ ഹാവ് സെവറൽ ഫോർമാറ്റ്സ്. റേഡിയോയിലൂടെ നൽകുന്ന പരസ്യങ്ങൾ, കൊമേഴ്ഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾക്ക് പല ഫോർമാറ്റുകളുണ്ട്. വേണമെങ്കിൽ സ്കിറ്റ് ആവാം, അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ആവാം. ടെസ്റ്റിമോണിയൽ എന്താണെന്ന് ശേഷം പറയും. അതുപോലെ പ്രോബ്ലം സൊല്യൂഷൻസ് ആവാം, മ്യൂസിക്കൽ, റിയൽ ലൈഫ് സിറ്റുവേഷൻ ഡെപ്പിക്ഷൻ എക്സെട്ര. ഇത്തരത്തിൽ ഈ മാർഗങ്ങളിലൂടെയൊക്കെ ഒരു റേഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പരസ്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. ഒന്നാമത്തെ നോക്കിയേ, സ്കിറ്റ്. എന്താ സ്കിറ്റ്? സ്കിറ്റ് ഫോർമാറ്റ് യൂസസ് ഷോർട്ട് പ്ലേ, ഒരു ചെറിയ പ്ലേ, ഒരു നാടകം പോലത്തെ ഒരു പ്ലേ, ടു ഹോൾഡ് ഓഡിയൻസ് അറ്റൻഷൻ. അത് ജനങ്ങളുടെ, കേൾവിക്കാരുടെ ശ്രദ്ധ പിടിച്ച് പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞു നാടകം. ആൻഡ് ദെൻ കൺവേ ദ ആഡ് മെസ്സേജ്, എന്നിട്ട് അതിലൂടെ ആഡിൻ്റെ മെസ്സേജ് അവതരിപ്പിക്കുക. നമ്മൾ റേഡിയോയിലൊക്കെ കേൾക്കുന്ന പല തരത്തിലുള്ള പരസ്യങ്ങളുണ്ട്. അത്തരം പരസ്യങ്ങൾ കാണാം. ഒരു സ്കിറ്റ് ആയിരിക്കും ഉണ്ടാവുക. സ്കിറ്റിലൂടെ ഒരു പരസ്യം അവതരിപ്പിക്കുന്നു. ഒന്ന്, ഇൻ ടെസ്റ്റിമോണിയൽസ് ഫിലിം സ്റ്റാർ ഓർ സ്പോർട്സ് സെലിബ്രിറ്റി ഡെലിവർ ദ ആഡ് മെസ്സേജ് ആൻഡ് മെൻഷൻ ദാറ്റ് ഹി ഓർ ഷീ യൂസസ് ദ പ്രൊഡക്റ്റ്. ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം സ്റ്റാർ, ഒരു പബ്ലിക് ഫിഗർ, ഫേമസ് ആയ ഒരാൾ, ഫിലിം സ്റ്റാറോ സ്പോർട്സ് പേഴ്സണോ, അവരെന്ത് ചെയ്യുന്ന പറയുക, അവർ സംസാരിക്കും, അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയും. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. എന്നിട്ട് അവർ അതിലൂടെ നൽകുന്ന മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അവരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ പറയും പരസ്യത്തിലൂടെ. മനസ്സിലായോ? ഇപ്പോൾ ഹെയർ ഓയിൽ, മുടിക്കൊഴിച്ചിൽ മാറാനുള്ള ഹെയർ ഓയിൽ, അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് അത് അവർ ഉപയോഗിക്കുന്നതാണ് എന്ന് അവർ ടെസ്റ്റിമണി ചെയ്യും, സാക്ഷ്യപ്പെടുത്തി പറയാം. ഇതാണ് ടെസ്റ്റിമോണിയൽസിലൂടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ സാധാരണ കാണുന്ന ഈ ദുൽഖർ സൽമാനൊക്കെ പരസ്യങ്ങൾ വരാറുണ്ടല്ലോ. ഇതിപ്പോൾ ഷർട്ടിൻ്റെ കമ്പനിയുടെയൊക്കെ പരസ്യത്തിൽ വരാറുണ്ട്. എന്നിട്ട് ആ ഷർട്ട് ഇട്ടിട്ട് ആ ഷർട്ടിനെ കുറിച്ച് പറയാം. ഒരു പുൾക്കിറ്റ് TMTയുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാൻ ഒരു പരസ്യത്തിൽ വരുന്നുണ്ട്. അവർ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. ചില പരസ്യങ്ങളിൽ അവർ അത് ഉപയോഗിക്കുന്നു എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇൻ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ഫോർമാറ്റ്, അടുത്തൊരു ഫോർമാറ്റ് റേഡിയോയിൽ വരുന്ന പ്രോബ്ലം സൊല്യൂഷൻ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു പരസ്യ രീതിയാണ്. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പ്രോബ്ലം ഈസ് പ്രസൻറ്റഡ്, ഒരു പ്രശ്നം അവതരിപ്പിക്കും. ആൻഡ് സൊല്യൂഷൻ ഈസ് ഡ്രമാറ്റിക്കലി പ്രസൻറ്റഡ് ടു ഇംപ്രസ് അപ്പോൺ ദ ഓഡിയൻസ്. എന്നിട്ട് ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ അതിലൊന്ന് വളരെ നാടകീയമായി പ്രസൻറ്റ് ചെയ്യും. ഇപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചോർച്ച, അല്ലെങ്കിൽ ചുമരിലെ എന്താ പറയുക പൂപ്പൽ, പായൽ, ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം ആദ്യം സൂചിപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യമായ സൊല്യൂഷൻ എന്താ, ഇന്ന പെയിൻറ്റ് ഉപയോഗിച്ചാൽ പിന്നെ ചുമരിലെ പായലുണ്ടാവില്ല, ഇന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാൽ വാർപ്പിന് ചോർച്ച ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെ നാടകീയമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പായലെ വിടാ, പൂപ്പലെ വിടാന്നൊക്കെ കേട്ടിട്ടില്ല ആ പരസ്യങ്ങളൊക്കെ. റേഡിയോയിൽ കേൾക്കുന്നതാവട്ടെ, TV കാണുന്നതാവട്ടെ, ഒരു പ്രോബ്ലം പ്രസൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഡ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് മറ്റൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇൻ മ്യൂസിക്കൽ കൊമേഴ്ഷ്യൽ ഫോർമാറ്റ് ദ ആഡ് മെസ്സേജ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സോങ് ഓർ മ്യൂസിക്.
അതുപോലെ തന്നെ മറ്റൊരു ഫോർമാറ്റാണ് മ്യൂസിക്കൽ കൊമേഴ്ഷ്യൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, ദ ആഡ് മെസ്സേജ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സോങ് ഓർ മ്യൂസിക്. ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെ എന്ത് ചെയ്യുക, ആഡ് മെസ്സേജ് കൺവേ ചെയ്യുക. നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അല്ലേ, പാട്ട് പാടിയിട്ട് പരസ്യം അവതരിപ്പിക്കുക. എന്താ പറയുക, ഇഷ്ടം പോലെ, ഐ ഡോണ്ട് റിമെമ്പർ റൈറ്റ് നൗ, ഒരുപാട് പരസ്യങ്ങളുണ്ട്. ആ പരസ്യങ്ങളുടെയൊക്കെ പ്രത്യേകത, അത് പാട്ട് പാടിയിട്ടായിരിക്കും പരസ്യങ്ങൾ. നമ്മൾ ഈ അപ്പെക്സ് അൾട്ടിമയുടെ പാട്ടുണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയുക, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ പാട്ടിലൂടെ അവരെന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇതാണ് റേഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊമേഴ്ഷ്യൽസിൻ്റെ പ്രത്യേകത. ഇനി ടെലിവിഷൻ കൊമേഴ്ഷ്യലിൻ്റെ പ്രത്യേകത നോക്കി. ഇൻ ടെലിവിഷൻ കൊമേഴ്ഷ്യൽ ദ കോപ്പി റൈറ്റേഴ്സ് ക്യാൻ യൂസ് വേർഡ്സ്, സൗണ്ട്സ്, ബൈറ്റ്സ്, പിക്ചേഴ്സ്, മ്യൂസിക്, ഗ്രാഫിക്സ്, ആനിമേഷൻ എക്സെട്ര ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ അഡ്വർടൈസിങ് മെസ്സേജ്. ടെലിവിഷനിലാവുമ്പോൾ മാറി, വേർഡ്സും സൗണ്ട് ബൈറ്റ്സ് എന്നാൽ സൗണ്ടിന് ചെറിയ ക്ലിപ്പിങ്സ്, പിക്ചേഴ്സ്, മ്യൂസിക്, ഗ്രാഫിക്സ്, ആനിമേഷൻ. ഈ പിക്ചേഴ്സും ഗ്രാഫിക്കും ആനിമേഷനും റേഡിയോയിൽ സ്കോപ്പില്ല, പക്ഷേ ടെലിവിഷനിൽ സ്കോപ്പ് ഉണ്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതാണ് ഈ ടെലിവിഷൻ കൊമേഴ്ഷ്യലിൽ സാധാരണ കാണാറുള്ളത്. ടെലിവിഷൻ കൊമേഴ്ഷ്യൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കാപ്റ്റിവേറ്റിംഗ് എഫക്റ്റീവ് മീഡിയം ടു കൺവേ സെല്ലിംഗ് ഐഡിയാസ്. നമ്മളെ സെല്ലിംഗ് ഐഡിയാസ്, നമ്മൾ കച്ചവട താല്പര്യം അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ ഐഡിയകൾ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ടി വി അല്ലേ. ടി വിയിലൂടെ പലതും കാണിച്ചുകൊണ്ട് ആളുകളിലേക്ക് പരസ്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. മാത്രമല്ല പേഴ്സുവൈഡ് ടാർഗറ്റ് വ്യൂവേഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യൂവേഴ്സിനെ സാധനം വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. എക്സ്പേർട്സ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് ടെലിവിഷൻ അഡ്വർടൈസിങ് ഈസ് നിയർലി എ ഫേസ് ടു ഫേസ് പേഴ്സണൽ സെല്ലിംഗ്. എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ ടെലിവിഷൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഏകദേശം ഏതുപോലെയെന്നറിയോ, നിയർ ടു ഫേസ് ടു ഫേസ് പേഴ്സണൽ സെല്ലിംഗ്. ഒരാൾ നേരിട്ട് ഫേസ് ടു ഫേസ് ആയി പേഴ്സണലി ഒരു കാര്യം സെയിൽ ചെയ്യുന്ന അതേ എഫക്റ്റാണ് ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റുകൾക്ക് എന്ന് പറയുന്നുണ്ട്. എക്സെപ്റ്റ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ. ഇതിൻ്റെ മറ്റൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വൺ വേ ആണ് എന്നതൊഴിച്ച് ബാക്കി ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യാൻ പാകമാണ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പല എക്സ്പേർട്ടുകളും പറയാറുണ്ട്. നെക്സ്റ്റ് അടുത്തൊന്ന് ജിങ്കിളാണ്. ജിങ്കിൾ ഈസ് എ മെമ്മറബിൾ ഷോർട്ട് ട്യൂൺ വിത്ത് എ ലിറിക് ബ്രോഡ്കാസ്റ്റ് യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കൊമേഴ്ഷ്യൽസ്. ജിങ്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയോയിലും അതുപോലെ ടെലിവിഷനിലൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ചെറിയ ട്യൂണ്, ചിലപ്പം വിത്ത് ലിറിക്സ് ആയിരിക്കും, ചെറിയൊരു ലിറിക്സോട് കൂടിയുള്ള ട്യൂണ്, അതിനാണ് എന്താ പറയുക ജിങ്കിൾ എന്ന് പറയുക. വിച്ച് ആർ യൂഷ്വലി ഇൻറ്റൻഡഡ് ടു കൺവേ ആൻ അഡ്വർടൈസിങ് സ്ലോഗൻ. ഒരു അഡ്വർടൈസിങ് സ്ലോഗൻ, അതായത് ഒരു കമ്പനിയുടെ ഒരു പ്രത്യേക സ്ലോഗൻ, ആ പാട്ട് കേട്ടാൽ നമുക്ക് ആ കമ്പനി ഓർമ്മ വരും. ഇത്തരത്തിലൊരു മ്യൂസിക് വിത്ത് ലിറിക്സ്, അതിനാണ് എന്താ പറയുക ജിങ്കിൾ എന്ന് പറയാം. പിന്നെ പണ്ടൊക്കെ എയർടെലിൻ്റെ ഒരു ട്യൂൺ ഉണ്ടായിരുന്നു, എന്താ പറയുക എയർടെലിൻ്റെ ട്യൂണും അതിൻ്റെ കൂടെ ഒരു മ്യൂസിക്കും ചിലപ്പോൾ ചില ട്യൂണുകളുടെ കൂടെ ലിറിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഡൂക്കോമോക്ക് അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനൊക്കെ നൽകുന്ന മ്യൂസിക് വിത്ത് എന്താ പറയുക ട്യൂണാണ് ശരിക്കും ജിങ്കിൾ എന്ന് പറയുന്നത്. ദേ ആർ ആൾസോ യൂട്ടിലൈസ്ഡ് ഫോർ റേഡിയോ സ്റ്റേഷൻ, ടെലിവിഷൻ ചാനൽ ആൻഡ് പ്രോഗ്രാം ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ്. ഇത്തരം പിന്നെ മ്യൂസിക്കുകൾ റേഡിയോ സ്റ്റേഷൻ്റെയും ടെലിവിഷൻ ചാനലിലൊക്കെ ഓരോ പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഉണ്ടാവാറുണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം ഇപ്പോൾ കോടീശ്വരൻ പ്രോഗ്രാമിൻ്റെ ആ മ്യൂസിക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് കോടീശ്വരനാണ്. അങ്ങനെ ഓരോ പ്രോഗ്രാമുകൾക്കും ഒരു പ്രത്യേക മ്യൂസിക്കുകളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടിക്കാണ് ജിങ്കിൾ എന്ന് പറയുക കേട്ടോ. ദ മെയിൻ റോൾ ഓഫ് എൻ അഡ്വർടൈസിങ് സ്ലോഗൻ ഓർ റേഡിയോ ജിങ്കിൾ ഈസ് ടു ക്രിയേറ്റ് എൻ ഐഡൻറ്റിറ്റി ഫോർ ദ ബ്രാൻഡ്. ഈ ജിങ്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് ആ ബ്രാൻഡിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മ്യൂസിക് കേട്ടാൽ ആ ബ്രാൻഡാണ് എന്ന് ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരും. ആ രീതിയിലാണ് ജിങ്കിളുകളെ നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് എ തേർഡ് മൊഡ്യൂൾ. കഴിഞ്ഞിട്ടില്ല, ഒരൊറ്റ ടോപ്പിക് കൊണ്ടുണ്ട്, ഓൺലൈൻ അഡ്വർടൈസിങ്.
Online advertising is a form of promotion that uses the internet and world wide web for delivering messages. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ WWWൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ പരസ്യം നടത്തുന്നതിനാണ് എന്ത് പറയുക, ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുക. ദ മേജർ ബെനിഫിറ്റ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ് ഈസ് ദാറ്റ് the instant communication of information and content that is not limited by geography or time. ഈ പത്രമാധ്യമം, റേഡിയോ, ടെലിവിഷനൊക്കെ ആണെങ്കിൽ ജോഗ്രഫി ബൗണ്ടറികളുണ്ട്, സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ, പരസ്യം ചെയ്യുന്നതിന് സമയമുണ്ട്. പക്ഷെങ്കിൽ ഇൻ്റർനെറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ജോഗ്രഫി ലിമിറ്റേഷൻ ഇല്ല, ടൈമിൻ്റെ ലിമിറ്റേഷൻ ഇല്ല. എപ്പം എങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധ്യമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഇൻഫോർമേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. നട്ടപ്പാതിരക്ക് 12 മണിക്കും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെസ്സേജിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രത്യേകത. The emerging idea of interactive advertising presents fresh opportunities for advertisers. ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ളത് അഡ്വർടൈസേഴ്സിന് പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ട്. അനദർ ബെനിഫിറ്റ് ഈസ് ദാറ്റ് എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൺലൈൻ അഡ്വർടൈസിംഗ് അലോസ് ഫോർ ദ കസ്റ്റമൈസേഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് കണ്ടൻറ്റ് ആൻഡ് പോസ്റ്റഡ് വെബ്സൈറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൺലൈൻ അഡ്വർടൈസിങ്. അപ്പോൾ ഇതാണ് തേർഡ് മൊഡ്യൂള്. നൗ ലെറ്റ്സ് കം ടു the fourth one, writing for digital media. എന്താണ് ഈ റൈറ്റിംഗ് ഫോർ ഡിജിറ്റൽ മീഡിയ? ലെറ്റ്സ് സീ ദ ഇൻട്രൊഡക്ഷൻ. Until 1980s, media relied primarily upon print and analog broadcast models, such as those of television and radio. 1980 വരെ നമ്മുടെ ഈ മീഡിയ ഏറ്റവും പ്രധാനമായിട്ട് പ്രിൻറ്റും അതുപോലെ തന്നെ ടെലിവിഷനും റേഡിയോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. The last 30 years have seen rapid transformation into media which are predicted upon the use of digital computers such as internet, computer games. കഴിഞ്ഞ 30 വർഷങ്ങൾ കൊണ്ടാണ് ഈ കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ ഇത്ര തോനെ നമുക്ക് എന്താ പറയുക പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു കൂടിയത്. The new media have technical capabilities to pull in one direction, economic and social force pull back in the opposite direction. ഈ ന്യൂ മീഡിയൻ്റെ പ്രത്യേകത നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ ഒരു ഡയറക്ഷനിലേക്ക് തള്ളാനും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തള്ളാനും ഒക്കെയുള്ളൊരു കപ്പാസിറ്റി ഈ പറയുന്ന ന്യൂ മീഡിയക്ക് ഉണ്ട്. We are witnessing the evolution of universal interconnected network of audio, video, electronic, text communications that will blur the distinction between interpersonal and mass communication and between public and private communication. ന്യൂ മീഡിയ ഇൻക്ലൂഡ്സ്, ഈ ന്യൂ മീഡിയയിൽ വരുന്ന മാധ്യമങ്ങൾ ഇതൊക്കെ നമുക്കറിയുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. വെബ്സൈറ്റ്, സ്ട്രീമിംഗ്, ഓഡിയോ ആൻഡ് വീഡിയോ, ചാറ്റ് റൂംസ്, ഇമെയിൽ, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, web advertising, DVD, CD-ROM media, virtual reality environments, integration of digital data with the telephone such as internet telephone, digital cameras, mobile computing, etc. ഇതൊക്കെയാണ് ന്യൂ മീഡിയയ്ക്ക് എക്സാമ്പിൾ. ടുഡേയ്സ് ന്യൂ മീഡിയ വിൽ ഡിമിനിഷ് ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്. ഇന്ന് ഭൂപ്രദേശത്തിൻ്റെ ദൂരപരിധികളില്ലാതെ ലോകത്ത് എവിടേക്കും ന്യൂ മീഡിയ എത്തിപ്പെടുന്നുണ്ട്. allow for huge increase in the volume of communication. ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ്റെ വോളിയത്തിൽ ഭയങ്കരമായ ഒരു ഏറ്റം അല്ലെങ്കിൽ ഒരു ഇൻക്രീസിങ് നമ്മുടെ ന്യൂ മീഡിയ നൽകുന്നുണ്ട്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. ടെലിവിഷനിലൂടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, റേഡിയോയിലൂടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, പത്രത്തിലൂടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. അതേസമയം യൂട്യൂബിലൊരു വീഡിയോ ആണെങ്കിൽ നമുക്കതിൻ്റെ കമൻറ്റുകളായിട്ട് ഉടൻ തന്നെ തിരിച്ച് അങ്ങോട്ടും സംസാരിക്കാം. ഇങ്ങോട്ട് പറയുന്ന പോലെ തന്നെ അങ്ങോട്ടും നമുക്ക് ഇൻ്ററാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രൊവൈഡ് ദ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡ് അധികരിച്ചിട്ടുണ്ട്. ഇപ്പം നൽകുന്ന കാര്യം ഉടൻ തന്നെ കേൾവിക്കാരൻ്റെ ചെവിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. allow forms of communication that were previously separate to overlap and interconnect. New media is a generic
generic term for the many different forms of electronic communication that are made possible through the use of computer technology. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആധുനിക മീഡിയകളൊക്കെ ന്യൂ മീഡിയ എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നോക്കിക്കോ, ദ വേൾഡ് വൈഡ് വെബ്, WWW, ആൾസോ കോൾഡ് ദ വെബ് ഈസ് ആൻ ഇൻഫോർമേഷൻ സ്പേസ് where documents and other web resources are identified by uniform resource locators, URLs, interlinked by hypertext links, as accessible via internet. അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു വെബ് ഇൻഫോർമേഷൻ സ്പേസ് ആണ്. അവിടെ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റുകളും മറ്റു വെബ് റിസോഴ്സുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ URLs ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള വെബ് സോഴ്സുകളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ടെക്സ്റ്റിലേക്ക് കടന്നു പോകാൻ സാധിക്കും. ആക്സസിബിൾ ബൈ ഇൻ്റർനെറ്റ്, നമുക്കത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് വേൾഡ് വൈഡ് വെബിൻ്റെ ന്യൂ മീഡിയമായ വേൾഡ് വൈഡ് വെബിൻ്റെ പ്രത്യേകത. In case of journalism, the web is more flexible than other forms of journalism. ജേർണലിസത്തിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ വെബ് എന്ന് പറയുന്നത് മറ്റു ഫോം ഓഫ് ജേർണലിസത്തേക്കാൾ വളരെ ഫ്ലെക്സിബിളാണ്. അതായത് ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ് പോലെയുള്ള പത്രം, പ്രിൻ്റ് മെറ്റീരിയൽ പോലെയുള്ള ജേർണലിസത്തിൻ്റെ ക്കാൾ വളരെ അധികം എഫക്റ്റീവും ഫ്ലെക്സിബിളുമാണ് ഇൻ്റർനെറ്റ് ജേർണലിസം എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് വേർഡ്സ്, പിക്ചേഴ്സ്, ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ്. ഈ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പിക്ചേഴ്സും വേർഡ്സും ഓഡിയോസും വീഡിയോസും ഗ്രാഫിക്സും ഉപയോഗിക്കുന്നുണ്ട്. എ വെബ് ജേർണലിസ്റ്റ് നീഡ്സ് സം നോളജ് ഇൻ ഓൾ ഓഫ് ദീസ് ഏരിയാസ് ടു റീച്ച് മാക്സിമം എഫക്റ്റീവ്നെസ്. ഒരു വെബ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേർഡുകളിലും പിക്ചറിലും ഓഡിയോയിലും വീഡിയോയിലും ഗ്രാഫിക്സിലൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മാക്സിമം എഫക്റ്റീവായിട്ടൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ കഴിയൂ. അതായത് ഒരാൾക്ക് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ കഴിയണം. ഒരു പോസ്റ്റർ എന്നാലേ അത് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ കഴിയൂ. ഒരു വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയണം. ഓഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയണം. ഗ്രാഫിക്സ് തയ്യാറാക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ജേർണലിസ്റ്റിന് നല്ല എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. റീഡിങ് ഓൺ ദ വെബ് ഈസ് സച്ച് എ different experience than reading printed literature. It only makes sense that the techniques for web writing will also be different. നമ്മളൊരു പേപ്പറിലൂടെ കാര്യങ്ങൾ വായിക്കുന്നതും ഒരു സ്ക്രീനിലൂടെ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഒരു കാര്യം വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള എഴുത്തിലും വ്യത്യാസമുണ്ട്. വളരെ ഡീറ്റെയിലായി വാരി വലിച്ച് എഴുതാൻ പറ്റിയ ഒന്നല്ല വെബ് എന്ന് പറയുന്നത്. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്തുണ്ടാക്കേണ്ടത്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ റൈറ്റിംഗ് ഉണ്ടാക്കേണ്ടത്. ഇറ്റ് യൂസസ് റെസ്പോണ്ട് ടു ഇറ്റ് വെരി ഡിഫറെൻ്റ്ലി ഫ്രം ദ വേ ദേ റെസ്പോണ്ട് ടു പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്. Then writing for web is often writing to be found. People come to websites to satisfy goals, to do tasks and to get answers to questions. അപ്പോൾ ആളുകൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നത് അവരുടെ ഗോളുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ, അവരുടെ ടാസ്കുകൾ ചെയ്യാൻ, അതുപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ. ഇതിനൊക്കെയാണ് നോർമലി ആളുകൾ എന്ത് ചെയ്യാറുള്ളത്, വെബ്സൈറ്റ് ഉപയോഗിക്കാറുള്ളത്. ദേ കം ഫോർ ഇൻഫോർമേഷൻ ഫോർ ദ കണ്ടൻറ്റ്. അറിവും കണ്ടൻറ്റും നേടാനാണ് അവർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ ഉപയോഗിക്കുന്നത്. ദേ ഡോണ്ട് റീച്ച് മച്ച്, എസ്പെഷ്യലി ബിഫോർ ദ ഗെറ്റ് ടു ദ പേജ് ദാറ്റ് ഹാസ് ദ ഇൻഫോർമേഷൻ ദേ വാണ്ട്. അതായത് അവർ കൂടുതൽ വായിക്കൂല. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ വേണ്ട, നെറ്റുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ തന്നെ മതി. ഓക്കെ, അതായത് ആളുകൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കാനാണ് ഇൻ്റർനെറ്റ് വരിക. അതായത് വലിയൊരു ലേഖനം ഉണ്ട് വെച്ചാൽ ലേഖനം മുഴുവൻ നെറ്റിൽ നോക്കിയിരുന്ന് വായിക്കില്ല. ദേ ഡോണ്ട് റീഡ് മച്ച്, എസ്പെഷ്യലി ബിഫോർ ദേ ഗെറ്റ് ടു ദ പേജ് ദാറ്റ് ഹാസ് ദ ഇൻഫോർമേഷൻ ദേ വാണ്ട്. ഒരാൾക്ക് ആവശ്യമായ ഇൻഫോർമേഷൻ കിട്ടുന്ന പേജ് എത്തുന്നത് വരെ അവർ ബാക്കിയുള്ള എല്ലാ പേജും കുത്തിർന്ന് വായിക്കില്ല. ഏത് പേജിലാണോ ഇൻഫോർമേഷൻ ആ പേജ് മാത്രമേ ഇയാൾ ഡീറ്റെയിലായി വായിക്കുള്ളൂ. ഈവൺ ഓൺ ഇൻഫോർമേഷൻ പേജസ് ദേ സ്കിം ആൻഡ് സ്കാൻ ബിഫോർ ദേ സ്റ്റാർട്ട് ടു റീഡ്.
ഈ ഇൻഫോർമേഷൻ പേജിൽ തന്നെ എത്തിയാൽ ഇവർ വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അവർ അത് സ്കിം ആൻഡ് സ്കാൻ ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഒറ്റ ഓട്ടം ഓടിച്ചു നോക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണോ. ദേ വാണ്ട് ടു റീഡ് ഓൺലി ഇനഫ് ടു മീറ്റ് ദെയർ നീഡ്സ്. ഒരു സെർച്ചറെ സംബന്ധിച്ച് അയാൾ ഓൺലൈനിൽ ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ അയാൾ വായിക്കുള്ളൂ. റൈറ്റ് സോ ദസ് ദാറ്റ് ബിസി പീപ്പിൾ ക്യാൻ ഗ്രാബ് ദ ഇൻഫോർമേഷൻ ദ നീഡ് ക്വിക്ക്ലി. ദ വെബ് ഈസ് മോർ ഇമ്മീഡിയറ്റ്. അതായത് തിരക്കുള്ള ആളുകൾക്ക് അവരുടെ കണ്ടൻറ്റുകൾ വളരെ പെട്ടെന്ന് ആവശ്യമുണ്ടാവും. വെബ് എന്ന് പറയുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആണ്. ദർ ഈസ് നോ ലാഗ് ടൈം ഇൻ ഹൗ ക്വിക്ക്ലി എ സ്റ്റോറി ക്യാൻ ബി പോസ്റ്റഡ്. If consumers can always get news instantly on web, they approach web. The web is permanent. അപ്പോൾ ഈ കൺസ്യൂമർ സംബന്ധിച്ച് പെട്ടെന്ന് ഇയാൾക്ക് ആവശ്യമായ ഇൻഫോർമേഷൻ കിട്ടുന്നെങ്കിൽ പിന്നീടും അയാൾ എന്ത് ചെയ്യും, വെബിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. കാരണം വെബിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, വെബ് പെർമനൻ്റ് ആണ്. അതായത് അവിടെ തന്നെ ഉണ്ടാവും, എന്ന് നോക്കിയാൽ അവിടെ ഉണ്ടാവും. അതേസമയം ഒരു റേഡിയോ പ്രോഗ്രാം അത് സംപ്രേഷണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. ടെലിവിഷൻ പ്രോഗ്രാം സംപ്രേഷണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പത്രമാധ്യമങ്ങൾ ഇന്നത്തെ വാർത്ത വായിച്ചാൽ നമ്മളത് ഒഴിവാക്കും. അതേസമയം എന്ന് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് അറിവുകൾ ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകതകളാണ് പറയുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ ഡിജിറ്റൽ ബേസ്ഡ് റൈറ്റിംഗ്. നമ്മൾ ഡിജിറ്റലി ഇൻ്റർനെറ്റിൽ ഒരു കാര്യം എഴുതുമ്പം അതിന് വേണ്ട ഗൈഡ് ലൈൻസ്. എഫക്റ്റീവ് കണ്ടൻറ് റൈറ്റിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓൾ വെബ് ഡിസൈൻ. Web users generally prefer writing that is concise, easy to scan, objective in style. The main guidelines for writing for the web are to make your content. താഴെ പറയുന്ന കാര്യങ്ങളാണ് വെബിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് സക്കിങ്റ്റ് ആണ്, അതായത് വളരെ ബ്രീഫായിരിക്കണം, ചുരുക്കിയിട്ട് എഴുതണം. സ്കാനബിലിറ്റി, അത് സ്കാൻ ചെയ്യാൻ സാധിക്കണം. പേഴ്സണബിൾ, അത് പേഴ്സണബിൾ ആയിരിക്കണം, അതായത് ഒരു വ്യക്തി അധിഷ്ഠിതമായിരിക്കണം. ഹൈപ്പർ ടെക്സ്റ്റ് സ്ട്രക്ചർ. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ടെക്സ്റ്റിലേക്ക് പോകാൻ കഴിയണം. ദെൻ ആക്ഷനബിൾ, നമുക്ക് എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമെങ്കിൽ ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കോപ്പി പേസ്റ്റ് ഇത്തരം സാധനങ്ങളൊക്കെ. സെർച്ചബിൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് സെർച്ച് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇത്രയും പ്രത്യേകതകളാണ് നമ്മൾ ഈ പറയുന്ന വെബിൽ ഡിജിറ്റൽ ബേസ്ഡ് റൈറ്റിങ്ങിന് അല്ലെങ്കിൽ ഡിജിറ്റലി നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി റൈറ്റിംഗ് ഫോർ വെബ് ഗൈഡ് ലൈൻസ്. ഇനി അതിനെ തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തത് റൈറ്റിംഗ് ഫോർ ദ വെബ് ഗൈഡ് ലൈൻസിൽ ഒന്ന് ബി കൺസൈസ്. ബി കൺസൈസ് എന്നാൽ ചുരുക്കിയിട്ട് എഴുതണം. ഡു നോട്ട് സേ ഇൻ 150 വേർഡ്സ് വാട്ട് കുഡ് ബി സെഡ് ഇൻ 75. 75 വാക്കുകളിൽ എഴുതാൻ കഴിയുന്ന സാധനത്തിന് ഒരിക്കലും 150 വാക്കുകളിൽ എഴുതരുത്. ഡു നോട്ട് സേ ഇൻ 75 വേർഡ്സ് വാട്ട് കുഡ് ബി സെഡ് ഇൻ 30. 30 വാക്കുകളിൽ എഴുതി തീർക്കാൻ പറ്റുന്നത് ഒരിക്കലും 75 വാക്കുകൾ എഴുതരുത്. അതായത് എത്ര ചുരുക്കാൻ കഴിയുമോ അത്രയും ചുരുക്കിയിട്ടാണ് വെബിലെ കണ്ടൻറ്റുകൾ എഴുതേണ്ടത്. 2 റൈറ്റ് സിമ്പിളാക്കിയിട്ട് എഴുതണം. Long sentences with complex structures that endeavor to explain in complicated terms a topic that could otherwise be described in a more straightforward manner are best avoided. ഒരു വളരെ കോംപ്ലക്സ് ആയ കാര്യത്തിന്, കോംപ്ലിക്കേറ്റഡ് ആയ കാര്യത്തെ വളരെ കോംപ്ലക്സ് സ്ട്രക്ചറും ലോങ് സെൻറ്റൻസുകളും ഉപയോഗിച്ച് എഴുതുക. അതുപോലെ തന്നെ ഒരു കാര്യത്തെ സ്ട്രെയിറ്റ് ഫോർവേഡായി പറയാൻ പറ്റുന്ന കാര്യത്തെ വളഞ്ഞിട്ട് എഴുതുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. യൂസ് സിമ്പിൾ സെൻറ്റൻസസ്. ഏറ്റവും സിമ്പിളായ സെൻറ്റൻസാണ് ഉപയോഗിക്കേണ്ടത്. അവോയ്ഡ് മാർക്കറ്റിംഗീസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് ഈസ് ഈസിയർ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാൻ സബ്ജക്റ്റീവ് ആൻഡ് ബോസ്റ്റ്ഫുൾ ടെക്സ്റ്റ്. ബി ക്ലിയർ ആൻഡ് ഡയറക്റ്റ്. അതായത് നമ്മൾ ഈ ബോസ്റ്റ്ഫുള്ളായ പൊങ്ങച്ചം കാണിക്കുന്ന സബ്ജക്റ്റീവായ ഭാഷകൾ ഒഴിവാക്കുക. ഒരാളെ സംബന്ധിച്ച് നാച്ചുറലായി എഴുതുന്ന കാര്യങ്ങളാണ് വായിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്ലിയറായി ഡയറക്റ്റായിട്ട് എഴുതുക, വളഞ്ഞ് തിരിഞ്ഞ് കൊണ്ട് എഴുതാണ്ടിരിക്കുക. യൂസ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈല്. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. എഴുതുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം, പിന്നെ പ്രധാനം കുറഞ്ഞത്, അങ്ങനെ താഴോട്ട് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലായിരിക്കണം എഴുതേണ്ടത്. യൂസ് കീവേഡ്സ്. യൂസ് terms that are commonly used to describe your topic. Avoid using proprietary terms and abbreviations as much as is possible. അതായത് നമ്മുടെ ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് ആണെങ്കിൽ ആ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ടേംസ്, കോമൺലി ഉപയോഗിക്കുന്ന വേർഡ് ഉപയോഗിക്കുക.
ലിറ്ററേച്ചർ ആണെങ്കിൽ ലിറ്ററേച്ചറിൽ കോമൺലി കാണുന്ന വേർഡുകൾ ഉപയോഗിക്കുക, അല്ലാണ്ട് കുറേ അബ്രീവിയേഷൻസും മറ്റും ടേമുകളൊക്കെ ഒഴിവാക്കുക. മാക്സിമം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ടേമുകളെ ഒഴിവാക്കുക. യൂസ് ഹെഡിങ്സ്. ബ്രേക്കപ്പ് യുവർ ടെക്സ്റ്റ് വിത്ത് ബ്രീഫ് ബട്ട് ഡിസ്ക്രിപ്റ്റീവ് ഹെഡിങ്സ്. ചെറിയ ഹെഡിങ്ങുകൾ കൊണ്ട് നമ്മുടെ മൊത്തം എല്ലാം വാരി വലിച്ച് വലിയ പാരഗ്രാഫ് ആക്കി എഴുതുന്നതിന് പകരം ചെറിയ ഹെഡ്ലൈനുകൾ ഉപയോഗിച്ചിട്ട് സബ് ഹെഡിങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻഡ് സബ് ഹെഡിങ് സോ യൂസർ ക്യാൻ ഫൈൻഡ് ഇൻഫോർമേഷൻ ഫാസ്റ്റർ. ഒരു ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഇൻഫോർമേഷൻ കണ്ടെത്താൻ സാധിക്കുക ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിൽ സബ് ഹെഡിങ്ങുകളും ഹെഡിങ്ങുകളും ഉപയോഗിക്കുക. ബ്രേക്കപ്പ് ഡിഫറെൻറ്റ് ഐഡിയാസ് ഇൻ ടു ഡിഫറെൻറ്റ് പാരഗ്രാഫ്. പല ഐഡിയകൾ ഒരു ലേഖനത്തിൽ തന്നെ പലതരത്തിലുള്ള ഐഡിയകൾ പറയുകയാണെങ്കിൽ ആ ഐഡിയകൾ മാറുന്നതിനനുസരിച്ച് പാരഗ്രാഫുകൾ ബ്രേക്ക് ചെയ്യുക. നോക്കി, ലോങ് ഡെൻസ് ബ്ലോക്സ് ഓഫ് ടെക്സ്റ്റ് ആർ ഇൻറ്റിമിഡേറ്റിംഗ് ടു റീഡേഴ്സ്. നമ്മൾ കണ്ടില്ല, നമ്മൾ തന്നെ മൊബൈലിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പം വളരെ നീളത്തിലുള്ള ടെക്സ്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാണ്. അതേസമയം സെവറൽ ഷോർട്ട് പാരഗ്രാഫ്സ് ആർ പ്രിഫറബിൾ ടു എ സിംഗിൾ ലോങ് പാരഗ്രാഫ്. ചെറിയ കുഞ്ഞു ഷോർട്ട് പാരഗ്രാഫുകളാണ് ഏറ്റവും കൂടുതൽ വെബ് റൈറ്റിങ്ങിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ലോങ് ആക്കുന്നതിന് പകരം ഷോർട്ടാക്കിയിട്ട് എഴുതുക. ചുരുക്കിയല്ല, കുഞ്ഞു പാരഗ്രാഫ്. വലിയ നമ്മൾ വെബിൽ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റുകളൊക്കെ എങ്ങനെയായിരിക്കും, കുഞ്ഞു പാരഗ്രാഫുകളായിരിക്കും ഉണ്ടാവുക. മേക്ക് യുവർ ടെക്സ്റ്റ് സ്കിം ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ യൂസ് ബുള്ളറ്റഡ് ലിസ്റ്റ് ഇൻ പ്ലേസ് ഓഫ് ലോങ് സീരീസ് ഓർ ടെക്സ്റ്റ് ലിസ്റ്റ്. അതായത് ബുള്ളറ്റായിട്ട് ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ നോക്കി നമ്മൾ ഈ പ്രിഫർ ചെയ്യുന്ന യഹി എന്ന് പറയുന്ന ഇയാളുടെ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത ഒക്കെ ബുള്ളറ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ബുള്ളറ്റ് ലിസ്റ്റാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈലൈറ്റ് ഓൺലി ആസ് നെസസറി. യൂസ് ബോൾഡ് വെരി സ്പെയറിംഗ്ലി ടു ഡ്രോ അറ്റൻഷൻ ടു ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഹൈലൈറ്റ്, അതായത് ബോൾഡാക്കി കൊടുക്കുക. പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രം എല്ലായിടത്തും കൊണ്ടുപോയി ബോൾഡാക്കി കൊടുക്കരുത്. യൂസ് ദ പ്രോപ്പർ കേസ്. സെൻറ്റൻസ് കേസ് ഈസ് മച്ച് ഈസിയർ ടു റീഡ് ദൻ അപ്പർ കേസ്. നോർമലി നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കി സ്മോൾ ലെറ്റേഴ്സ്, ആ എഴുത്താണ് സെൻറ്റൻസ് കേസാണ് ഒരു വായനക്കാരനെ സംബന്ധിച്ച് അപ്പർ കേസിനേക്കാൾ ഏറ്റവും ഏറ്റവും വായിക്കാൻ എളുപ്പം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന സെൻറ്റൻസ് കേസ് ഉപയോഗിക്കുക. ടു എംഫസൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് യൂസ് ബോൾഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റിനെ എംഫസൈസ് ചെയ്യാൻ, ഇമ്പോർട്ടൻസ് ആയി കാണിക്കാൻ വേണ്ടി നമുക്ക് ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ മേക്ക് ലിങ്ക്സ് ഈസി ടു ഐഡൻറ്റിഫൈ. ലിങ്ക്സ് ഷുഡ് ബി എ കൺസിസ്റ്റൻറ്റ് കളർ ആൻഡ് സ്റ്റൈൽ. നമ്മൾ ടെക്സ്റ്റിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ലിങ്കുകൾ കൊടുക്കും. ആ ലിങ്ക് കൊടുക്കുമ്പോൾ ലിങ്കിനെ വേറിട്ട് അറിയാൻ വേണ്ടി ഒരു സ്ഥിരമായ കളർ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വിക്കിപീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ ലിങ്കുകൾ, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നീല കളറിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഹൈപ്പർ ടെക്സ്റ്റ് ആയിരിക്കും. ആ നീലമ നക്കിക്കഴിഞ്ഞാൽ നേരെ വേറെ ടെക്സ്റ്റിലേക്ക് പോകും. അതൊരു ലിങ്കാണ്. ഇതുപോലെ ലിങ്കുകൾ കൊടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, അതിനൊരു സ്ഥിരമായ കളർ കൊടുക്കുക, ഒരു സ്ഥിരമായ സ്റ്റൈൽ കൊടുക്കുക. ഡു നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് എ ലിങ്ക് ടു മേക്ക് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട്. ഈ ലിങ്കിൻ്റെ കളർ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കരുത്. അത് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ലിങ്കിൻ്റെ കളറുകൾ മാറ്റി കൊടുക്കാണ്ടിരിക്കുക. ഡു നോട്ട് അണ്ടർലൈൻ എനി ടെക്സ്റ്റ് സിൻസ് ഇറ്റ് മേ ബി കൺഫ്യൂസ് ഫോർ എ ലിങ്ക്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ടെക്സ്റ്റുകൾ അണ്ടർലൈൻ ചെയ്യരുത്. കാരണം അണ്ടർലൈൻ ചെയ്താൽ അതിൻ്റെ അർത്ഥം അത് ലിങ്കാണെന്ന് കൺഫ്യൂഷനായി പോകും. ഈ ലിങ്കുകൾ ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തായിരിക്കും കാണിക്കുക. അപ്പോൾ ലിങ്കാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് അണ്ടർലൈൻ കൊടുക്കാണ്ടിരിക്കുക. ഇതാണ് ഒരു ഡിജിറ്റൽ റൈറ്റിങ്ങിൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ദ ഫൈനൽ ടോപ്പിക് ഇൻ ദിസ് മൊഡ്യൂൾ ഈസ് സൈബർ ലോസ്. Let's see what is a cyber law. Cyber law, also referred to as by cyber law, is a term used to describe the legal issues related to use of communication technology, particularly cyberspace, that is internet. സൈബർ ലോ എന്ന് പറയുന്നത് ഇതൊരു ടേമാണ്. ആ ടേം എന്ത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ദ ലീഗൽ ഇഷ്യൂസ്, നിയമപ്രശ്നങ്ങൾ റിലേറ്റഡ് ടു യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ സൈബർ സ്പേസിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലെ നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് സൈബർ ലോ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ, സൈബർ ലോസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000. 2000 IT ആക്റ്റിലാണ് ഈ സൈബർ ലോസ് ഉൾക്കൊള്ളിച്ചുള്ളത്. വിറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ October 17, 2000.
ഒക്ടോബർ 17, 2000 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദ ആക്ട് ഈസ് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ ടു ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ഫയലിംഗ് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് വിത്ത് ദ ഗവൺമെൻറ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ ടു ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇലക്ട്രോണിക്കിലൂടെയുള്ള കൊമേഴ്സുകൾക്ക് ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക, നിയമപരമായ ഒരു റെക്കഗ്നിഷൻ കൊടുക്കുക, അംഗീകാരം കൊടുക്കുക എന്നുള്ളതും. ടു ഫെസിലിറ്റേറ്റ് ഫയലിംഗ് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് വിത്ത് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റുമായിട്ട് ഇലക്ട്രോണിക് റെക്കോർഡുകൾ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സൈബർ ലോ അല്ലെങ്കിൽ IT ആക്ട് പ്രധാനമായും കൊടുക്കുന്നത്. ഓക്കെ, IT ആക്ട് 2000, 2000 IT ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ആൾസോ നോൺ ആസ് IT ആക്ട് 2000 ഓർ IT ആക്ട് ഈറ്റ്സ് an act of Indian Parliament number 21 of 2000 notified on 17 October 2000. 17 ഒക്ടോബർ 17, 2000. It is a primary law in India dealing with the cyber crime and electronic commerce. സൈബർ ക്രൈം അതുപോലെ ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് ഇലക്ട്രോണിക് കച്ചവടം, എന്താ പറയുക, നമ്മൾ ഓൺലൈനിലുള്ള കച്ചവടം കാര്യങ്ങൾക്കൊക്കെ ഡീൽ ചെയ്യുന്ന നിയമങ്ങളാണ് IT ആക്ട് അല്ലെങ്കിൽ സൈബർ ലോ എന്ന് പറയുന്നത്. ദ ഒറിജിനൽ ആക്ട് കണ്ടെയ്ൻഡ് 94 സെക്ഷൻസ്. ഈ ഒറിജിനൽ ആക്ടിൽ IT ആക്ടിൽ 94 സെക്ഷൻസ് ഉണ്ട്. ഡിവൈഡഡ് ഇൻ ടു 13 ചാപ്റ്റേഴ്സ് ആൻഡ് 4 ഷെഡ്യൂൾസ്. 13 ചാപ്റ്ററുകളും 4 ഷെഡ്യൂളുകളും ഉണ്ട്. ദ ലോ അപ്ലൈ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുടനീളം ഈ നിയമം ബാധകമാണ്. ഇഫ് എ ക്രൈം ഇൻവോൾവ്സ് എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, പേഴ്സൺ ഓഫ് അതർ നാഷണാലിറ്റീസ് ക്യാൻ ആൾസോ ബി ഇൻഡിക്റ്റഡ് അണ്ടർ ദ ലോ. ഒരു കമ്പ്യൂട്ടർ, അതായത് ഇന്ത്യയിലെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഒരു വിദേശിയാണെങ്കിൽ പോലും അയാളും ഈ നിയമത്തിൻ്റെ താഴെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ആക്ട് പ്രൊവൈഡ്സ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇലക്ട്രോണിക് ഗവേണൻസ് ബൈ ഗിവിംഗ് റെക്കഗ്നിഷൻ ടു ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഈ ആക്ട് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നുണ്ട് ഫോർ ഇലക്ട്രോണിക് ഗവേണൻസ് ബൈ ഗിവിംഗ് റെക്കഗ്നിഷൻ ടു ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ആക്ടിലൂടെ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും എന്താ പറയുക, ഒരു നിയമപരമായ ഒരു സാധുത നൽകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിജി ലോക്കർ എന്ന് പറയുന്നത്, ഡിജി ലോക്കറിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ SLC ബുക്കുകൾ, നമ്മുടെ ലൈസൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിജി ലോക്കറിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഡിജിറ്റലായി ഈ ഡോക്യുമെൻറ്റുകൾ സൂക്ഷിക്കാൻ സാധിക്കും. ഈ ഡിജിറ്റലായി നമ്മൾ അയക്കുന്ന ഡോക്യുമെൻറ്റേഷന് ഈ സാധനം വാലിഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉണ്ട്, നമ്മൾ ഈ പാൻ കാർഡൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു നിയമപരമായ ഒരു സാധുത കൊടുക്കുന്നതാണ് IT ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ ഡിഫൈൻസ് സൈബർ ക്രൈംസ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് പെനാൽറ്റി ഫോർ ദം. അതുപോലെ തന്നെ സൈബർ ക്രൈമുകൾ എന്താണ് എന്നും അതിന് വേണ്ട ശിക്ഷകൾ എന്ത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന നിയമം കൂടെയാണ് IT ആക്ട് എന്ന് പറയുന്നത്. ദ ആക്ട് ഡിറക്റ്റഡ് ദ ഫോർമേഷൻ ഓഫ് എ കൺട്രോളർ ഓഫ് സർട്ടിഫൈയിങ് അതോറിറ്റീസ് ടു റെഗുലേറ്റ് ദ ഇഷ്യൂവൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ആക്ട് ഒരു കൺട്രോളർ ഓഫ് സർട്ടിഫൈയിങ് അതോറിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. അവരാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചറുകളുടെ ഇഷ്യൂകൾ, അതായത് അതിൻ്റെ ഇഷ്യൂ ചെയ്യുന്നത് നിയന്ത്രിക്കുന്ന ബോഡിയാണ് കൺട്രോളർ ഓഫ് സർട്ടിഫൈയിങ് അതോറിറ്റീസ്. അതും ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇറ്റ് ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് എ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ടു റിസോൾവ് ഡിസ്പ്യൂട്ടിംഗ് റൈസിംഗ് ഫ്രം ദിസ് ന്യൂ ലോ. ഈ നിയമത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈബർ അപ്പാലിറ്റി ട്രൈബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ആക്ട് ആൾസോ അമെൻഡഡ് വേരിയസ് സെക്ഷൻസ് ഇൻ ഇന്ത്യൻ പീനൽ കോഡ് 1860, ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ദ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891 ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 to make them compliant with new technologies. അതായത് ആധുനിക ടെക്നോളജിയുമായിട്ട് ചേർന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ആക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ, ഈ പറയപ്പെടുന്ന നിയമങ്ങളൊക്കെ പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ആക്റ്റിൽ തന്നെയുള്ള ഒരു നിയമമാണ് പറയുന്നത് സെക്ഷൻ 66A ഓഫ് IT ആക്ട് 2000. അതായത് IT ആക്റ്റിലെ സെക്ഷൻ 66A പ്രകാരം എന്താണ് പറയുന്നത്?
Any person who sends by any means of a computer resource any information that is grossly offensive or has a menacing character, or any information which he knows to be false but for the purpose of causing annoyance, inconvenience, danger, obstruction, insult, shall be punishable with imprisonment for a term which may extend to 3 years with a fine. ഒരു വ്യക്തി ഒരു മെസ്സേജ് അയക്കുന്നു, കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഒരു മെസ്സേജ് അയക്കുന്നു. ആ ഇൻഫോർമേഷൻ അത് ഒഫൻസീവാണ്, നിയമവിരുദ്ധമായ മെസ്സേജാണ്, അല്ലെങ്കിൽ ആസ് എ മെനേസിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു പക തീർക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള മെസ്സേജാണ്. ഓർ എനി ഇൻഫോർമേഷൻ വിച്ച് ഈ നോസ് ടു ബി ഫാൾസ്, തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് കോസിങ് അനോയൻസ്, ഇൻകൺവീനിയൻസ്, ഡേഞ്ചർ, ഒബ്സ്ട്രക്ഷൻ, ഇൻസൾട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഷാൾ ബി പണിഷബിൾ, അയാളെ പണിഷ് ചെയ്യാൻ സാധിക്കും. IT ആക്ട് പ്രകാരം, IT ആക്ടിലെ സെക്ഷൻ 67A പ്രകാരം അയാൾ പണിഷ് ചെയ്യാം. എന്താ അയാൾക്കുള്ള പണിഷ്മെൻറ്റ്? വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years ആൻഡ് വിത്ത് ഫൈൻ. 3 വർഷം വരെ ജയിലും അതുപോലെ തന്നെ ഫൈനുമാണ് ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ. Revocation by Supreme Court. On 24 March 2015, the Supreme Court of India gave the verdict that Section 66A is unconstitutional in entirety. അതായത് 2015 മാർച്ച് 24 സുപ്രീം കോർട്ടിലെ ഒരു വിധി പ്രകാരം സെക്ഷൻ 66A എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയുന്നുണ്ട്. ദ കോർട്ട് സെഡ് ദാറ്റ് സെക്ഷൻ 66A ഓഫ് IT ആക്ട് 2000 ഈസ് arbitrarily, excessively and disproportionately invades the right of free speech. അത് ഒരാളുടെ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ 19(1) പ്രകാരം നൽകുന്ന മൗലികാവകാശത്തെ ലംഘിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം സുപ്രീം കോർട്ടിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വിധി സുപ്രീം കോർട്ട് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി സെക്ഷൻ 69A IT ആക്ട് 2000, അതുപോലെ തന്നെ IT ആക്ട് 66A പ്രകാരമുള്ള IT ആക്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 69A. On June 29, June 2020, the Indian government banned, അതായത് IT ആക്ട് 2000 69A സെക്ഷൻ പ്രകാരം ഇന്ത്യ ഗവൺമെൻറ് 2020 ജൂൺ 29 ബാൻഡ് 59 ചൈനീസ് മൊബൈൽ ആപ്സ്, മോസ്റ്റ് നോട്ടബ്ലി ടിക്ടോക്ക്, സപ്പോർട്ടഡ് ബൈ സെക്ഷൻ 69A ആൻഡ് സൈറ്റിംഗ് നാഷണൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. രാജ്യസുരക്ഷാ താൽപ്പര്യം മാനിച്ചുകൊണ്ട് ഇന്ത്യ 59 ചൈനീസ് ആപ്പുകളെ നിരോധിച്ചു, ടിക്ടോക്ക് അടക്കം. ഇത് IT ആക്ട് 2000 സെക്ഷൻ 69A പ്രകാരമാണ്. On 24 November 2020, another 43 Chinese mobile apps were banned, supported by the same reasoning. അതുപോലെ തന്നെയാണ് നവംബർ 24 ഇതുപോലെ 43 ചൈനീസ് ആപ്പ് നിരോധിച്ചു, അലി എക്സ്പ്രസ് പോലെയുള്ള. അതിനുശേഷം പിന്നീട് 54 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു ഇന്ത്യൻ സർക്കാർ, ഇൻക്ലൂഡിങ് ഗെയിം ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ. 14 ഏപ്രിൽ 2022 ഇതേ സെക്ഷൻ പ്രകാരം, അതായത് IT ആക്ടിലെ ഈ സെക്ഷൻ പ്രകാരം തന്നെ ഈ കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ഇതും IT ആക്ടിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ IT ആക്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സംബന്ധമായി, ഇൻ്റർനെറ്റ് സംബന്ധമായി നടത്തുന്ന നിയമലംഘനങ്ങൾ, ഒരാളെ മോശപ്പെടുത്താനോ രാജ്യസുരക്ഷയ്ക്കെതിരായിട്ടോ ഒക്കെ മെസ്സേജുകൾ അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമാണ്, 3 വർഷം വരെയാണ് വിത്ത് ഫൈന്. അത് പ്രകാരം ഇന്ത്യയിൽ കൈക്കൊണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഡിജിറ്റൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു മൊഡ്യൂളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ക്ലാസ്സുകൾ കേൾക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഓൺലൈനിൽ ലൈവായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാവുന്നതാണ്. താങ്ക് യു.